ഇത് ഞങ്ങൾ ലോക മൂവി കാണാൻ പോയ ഒരു ഷോർട്ട് വ്ലോഗാണ്. ലോക കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് വേദു ആയിരുന്നു. ഇനി ഇതുപോലെ സൂപ്പർ പവേഴ്സ് ഉണ്ട്, അപ്പോൾ ആ മൂവി കാണാൻ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നു പറഞ്ഞിട്ട്. ഇത് ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ സെക്യൂരിറ്റി ആംഗിൾ വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ. പ്ലാൻസ് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനത് നോക്കി അവിടെ നിന്നു. പിന്നെ ചേട്ടൻ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ടാക്സിക്ക് പോവാൻ കേട്ടോ. കൽദിയമാളിലാണ് പോകുന്നത്. കൽദിയമാളിക്ക് ഞങ്ങൾക്ക് ആക്ച്വലി 2 സിഗ്നലിൻ്റെ അടുത്തില്ല, പെട്ടെന്ന് എത്തും. പക്ഷേ ഇത് ഉച്ചയ്ക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ നടന്ന് അവിടെ എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ എക്സോസ്റ്റ് ആയിട്ട് നമുക്ക് ഫിലിം കാണാനുള്ള മൂടൊന്നും ഉണ്ടായിരിക്കില്ല, അത്രയും ചൂടാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടാണ്. ഇത് പിന്നെ ഫിലിം കാണാൻ പോകുമ്പോഴുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള പിക്കാണ്. പിന്നെ ഇവിടുത്തെ തിയേറ്ററിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നാട്ടിലെ തിയേറ്ററിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റുകളൊക്കെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ അവർക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ സീറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ ലെവലിന് നമുക്കൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും സീറ്റിലിരുന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏതൊരു സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. മൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ട്രെയിലർ പോലും കാണാതെയാണ് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല വേദുവിനും ചേട്ടനും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളത് തീരല്ലേ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം അത്രയും നമുക്ക് ബോറൊന്നും അടിക്കില്ല അത് ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ താഴെ ലുലുവിലോട്ട് വന്നു. ലുലുവിൽ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദുവിന് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാടാർമല്ലി പൂവ് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പോയതാണ്. പക്ഷെ ഞങ്ങൾ രണ്ടാളും ടൈം ഔട്ട് വാങ്ങിച്ചു. ടൈം ഔട്ട് നമ്മുടെ നാട്ടിലെ മഞ്ചിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അവനെ കൺവീൻസ് ചെയ്തു. പക്ഷേ യൂഷ്വലി നടക്കുന്ന പോലെ തന്നെ അവൻ ഞങ്ങളെ കൺവീൻസ് ചെയ്ത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കിൻഡർ ജോയ് വാങ്ങിച്ചു. പിന്നെ ഹോം ഡെക്കർ സെക്ഷൻ്റെ അവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് അവിടെ നിന്ന് 2 പോട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. വീട്ടിൽ തുളസി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നടാനായിട്ട് പോട്ട്സൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഈ ഒരു പോട്ട് നോക്കിയപ്പോൾ ഇതിന് 450 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് വലിയ യൂസൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഓൾറെഡി ഇങ്ങനത്തെ പോട്ട് ഫ്ലവർ വയ്ക്കാനായിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ വേദു ഇത് കണ്ടിട്ട് ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് ഇതിൽ റബ്ബ് ചെയ്താൽ ജീനി വരുമെന്നുണ്ട് ഒരുപാട് നേരം അവിടെ റബ്ബ് ചെയ്ത് നോക്കിയിട്ടാണ്. ഇത് ജീനി എന്താ വരാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങളുടെ മാൻഡേറ്ററി സ്പോട്ടായിട്ടുള്ള ക്ലോ മെഷീൻ്റെ അവിടെ പോയി 2 കോയിനൊക്കെ ഇട്ട് കളിച്ചു. ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല കേട്ടോ. ബൈ ഗൈസ്, കാണാം.